പൈതഗോറിയൻ ട്രിപ്ലറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മളൊരു മട്ടത്രികോണം വരയ്ക്കാം. ഈ മട്ടത്രികോണത്തിൻ്റെ ഈ ചെറിയ വശം 3ഉം ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് 4ഉം എടുത്തു കഴിഞ്ഞാൽ ഈ വശം എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് നോക്കാം. അപ്പം 3² + 4² = 3² മീൻസ് 9, 4² = 16 = 25. 25 നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം, 5² എന്ന് എഴുതാം. അപ്പോൾ therefore 3² + 4² = 5². അപ്പോൾ ഇത് 5² വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ = ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ. ഇതാണ്. അപ്പോൾ ഇവിടുത്തെ NL സംഖ്യയിലെ ഏറ്റവും ചെറിയ രൂപം എന്ന് പറയുന്നത് 3, 4, 5 ആണ്. അപ്പോൾ എണ്ണസംഖ്യ ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ 3, 4, 5 ദശാംശ സംഖ്യകളൊക്കെ വരാം. പക്ഷേ ഇവിടെ നമ്മൾ 3, 4, 5 എന്ന് പറയുന്ന സംഖ്യയാണ് പൈതഗോറിയൻ ട്രിപ്ലറ്റിലെ ഏറ്റവും ചെറിയ സംഖ്യാരൂപം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ 3, 4, 5നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ 3, 2, 6, 4, 2, 8, 5, 2, 10. അപ്പം 6, 8, 10 എന്ന് പറയുന്നത് പൈതഗോറിയൻ ട്രിപ്ലറ്റായിട്ട് വരും. പിന്നെ നമുക്ക് 3നെ 3 കൊണ്ട് ചെയ്യാം. 3, 9, 4, 3, 12, 5, 3, 15. അപ്പം 9, 12, 15 എന്ന് പറയും ആ പൈതഗോറിയൻ ട്രിപ്ലറ്റാണ്. ഇനി 3നെ നമുക്ക് 4 കൊണ്ട് ചെയ്യാം. 4, 3, 12, 4, 16, 5, 4, 20. അടുത്ത് നോക്കാം. 5 കൊണ്ട് 5, 3, 15, 5, 4, 20, 5, 5, 25. അപ്പോൾ ശരിയാണോ നമുക്ക് നോക്കാം. 15² + 20² = 15² = 225 + 20 = 20² = 400 = 625. 625 = 25². അപ്പം നമ്മുടെ പൈതഗോറിയൻ ട്രിപ്ലറ്റിൻ്റെ ഒരു ചെറിയ ഫോമാണ് നമ്മളിന്ന് പഠിച്ചത്. ഇനി നമുക്ക് തുടർന്ന് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കുറച്ചുകൂടെ ബ്രീഫായിട്ടുള്ള കാര്യം നമുക്ക് പഠിക്കാം. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു.